എല്ലാവർക്കും നമസ്കാരം. ഇത് ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. നമ്മൾ ഒരുപാട് പേര് ഇത് വായിച്ചിട്ടുണ്ട്. ഓരോ ഇന്ത്യക്കാരും വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറയുന്ന ഈ പുസ്തകം. ഇന്ന് ഈ പുസ്തകവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാനൊരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, മുകേഷ് ഏട്ടൻ ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ പരാതിക്കാരി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു അവരുടെ ഈ പരാതി വ്യാജമാണ് എന്നുള്ളത്. നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു. സാധാരണ സിനിമയെ സ്നേഹിക്കുന്ന കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കെല്ലാം ഉറപ്പായിരുന്നു ഇത് വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണ്. കുറെ നടന്മാരുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച കുറെ ആൾക്കാരുടെ കരിയർ നശിപ്പിക്കണം, അവർക്ക് പൊതുസമൂഹത്തിൽ മാനനഷ്ടം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരാതിക്കാരി പരാതി കൊടുത്തിട്ടുള്ളത്. അന്ന് തന്നെ പൊതുസമൂഹം ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും കുറച്ച് ആൾക്കാരൊക്കെ, സാധാരണക്കാരായ കുറെ ആൾക്കാരൊക്കെ ചിലതൊക്കെ വിശ്വസിച്ചു. അന്ന് കോടതിയുടെ മുന്നിൽ വന്ന തെളിവുകളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് കുമ്മോജി ഇട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റുകൾ ഇട്ട, മുകേഷ് ഏട്ടനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടായിരുന്നു. 1-2 പേരോട് വളരെ പരുഷമായിട്ട് തന്നെ പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. അവരെ ഒഴിവാക്കേണ്ടിയും വന്നിട്ടുണ്ട്. ജീവിതത്തിൽ തന്നെ അവരെ ഒഴിവാക്കി. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മുടെ സൗഹൃദത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച് അവരെ ഒഴിവാക്കിയിരുന്നു. അപ്പൊ അത്തരക്കാർക്കുള്ളൊരു മറുപടി കൂടെയാണ് ഈ ദിവസം ഞാൻ ഇടുന്നത്. രാഷ്ട്രീയപരമായി മുകേഷ് ഏട്ടനോട് എതിരുള്ള കുറെ ആൾക്കാരുണ്ടാവും. കാര്യം പുള്ളി ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ MLA ആണ്. ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്റെ എതിർ പാർട്ടിയിലുള്ളവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ എന്റെ പാർട്ടിക്കാര് തീർച്ചയായിട്ടും അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അങ്ങനെ ചെയ്യാറുമുണ്ട്. പല സമയത്തും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ അറിഞ്ഞു. അത് പൊതുജനങ്ങൾ, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഭാഗത്തെ കുറിച്ചല്ല. ഇതല്ലാതെ, പുള്ളിയുടെ രാഷ്ട്രീയം കൊണ്ടല്ലാതെ പുള്ളിയോടുള്ള ഫ്രസ്ട്രേഷൻ കാരണം ജീവിതത്തിൽ വളരെയധികം വിജയിച്ച ഒരു വ്യക്തിയാണ് മുകേഷ് ഏട്ടൻ എന്ന് ഞാൻ കരുതുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, പുള്ളി മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു നടനാണ്. അതുപോലെ തന്നെ നല്ലൊരു എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുകേഷ് കഥകളൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. യൂട്യൂബില് മുകേഷ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുന്നവരാണ് നമ്മൾ. TV-യിൽ ബഡായി ബംഗ്ലാവായാലും കോടീശ്വരനായാലും ഈ TV പ്രോഗ്രാമുകളിലെല്ലാം അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഛായാമുഖി പോലുള്ള നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വലിയ ഉന്നതിയിലെത്തിയ ഒരാളാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെയും വിജയിച്ചിട്ടുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു മണ്ഡലം നിലനിർത്തിയ വ്യക്തിയാണ്. അപ്പോൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മുകേഷ് ഏട്ടൻ. അദ്ദേഹത്തോട് ജീവിതത്തിൽ ഒന്നും ആവാത്ത ഒരു വിഭാഗം ആൾക്കാർക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തെ കരുവാരി തേക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ഇറങ്ങി തിരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു വിഭാഗം ആൾക്കാർക്കുള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ. മുകേഷ് ഏട്ടനെ ആ സമയത്ത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കാരണമാണ് നിങ്ങൾ നേരിടാൻ ശ്രമിച്ചത്. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടാനാണ് നിങ്ങൾ ശ്രമിച്ചത്. ആ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ജീവിതത്തിൽ ഒരാൾ വിജയിച്ചത് കൊണ്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, മറ്റൊരാളെ തകർക്കാൻ ശ്രമിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. അതൊരു പാഠമായി തന്നെ നമ്മളെല്ലാം എടുക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ വിജയിപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. വിജയിച്ച ഒരാളെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ജീവിതത്തിൽ വിജയിക്കത്തില്ല. സന്തോഷ് പണ്ഡിറ്റ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മലയാളികളാണ് അദ്ദേഹത്തെ തെറി വിളിക്കുന്നതെന്ന്. സന്തോഷിന്റെ സിനിമയോട് നമുക്ക് എതിർപ്പ് കാണിക്കാം, പക്ഷെ അദ്ദേഹത്തോട് എതിർപ്പ് കാണിക്കേണ്ട കാര്യമുണ്ടോ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പല ആൾക്കാരും മുകേഷ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോട് അയാൾ സക്സസ് ആയതിന്റെ പേരിൽ മാത്രം ദേഷ്യം വെച്ച് പുലർത്തുന്നു. തങ്ങൾക്ക് നേടാൻ പറ്റാത്തത് അയാൾ നേടി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അയാൾക്കെതിരെ ഒരു ആക്രമണം നടത്താം എന്നാണ് അവരുടെ ഒരു ചിന്ത. ആ ഒരു ചിന്തയിൽ അവർ കുറച്ചൊക്കെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ സത്യത്തിന്റെ മുഖംമൂടി അത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഏതൊരു സിനിമയിൽ നെടുമുടി വേണു പറഞ്ഞതുപോലെ, ഇരുട്ടിന്റെ ആയുസ് എന്ന് പറയുന്നത്
പിറ്റേന്നത്തെ പ്രഭാതം വരെ മാത്രമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടെല്ലാം മാറി വെളിച്ചം പകരും. സൂര്യപ്രഭയോടുകൂടി മുകേഷ് ഏട്ടൻ മലയാളികൾക്ക് മുന്നിൽ, കൊല്ലംകാരുടെ മുന്നിൽ അഭിമാനമായി തിളങ്ങി നിൽക്കും. ആ തിളക്കത്തിനെ ഇല്ലാതാക്കാൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയില്ല. നിങ്ങൾ എല്ലാവരും ഇനി ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ വായിച്ച് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാൻ നോക്കൂ. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ നോക്കൂ. മറ്റൊരാളോട് അസൂയപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.